നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ AI ലോകത്ത് വലിയ സംഭവങ്ങളായിരുന്നു അല്ലേ? അതെ, ഒരുപാട് കാര്യങ്ങൾ നടന്നു. ഓപ്പറ, ഗൂഗിൾ, പിന്നെ ചൈനയിൽ നിന്നും പുതിയ മോഡലുകൾ. ശരിയാണ്. അപ്പോ ഓപ്പറയുടെ പുതിയ AI ബ്രൗസർ മുതൽ ഗൂഗിളിന്റെ വീഡിയോ സ്ട്രീം, തൊഴിൽ സാധ്യതകൾ, പിന്നെ ഒരു പുതിയ AI കാർ വരെ. ഇന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ആഴത്തിൽ നോക്കാം. തീർച്ചയായും. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്, നിങ്ങൾക്കിതെങ്ങനെ പ്രധാനപ്പെട്ടതാവുന്നു എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളിലേക്ക് കടന്നാലോ? തുടങ്ങാം. ആദ്യം തന്നെ ഓപ്പറ. ഓപ്പറ നിയോൺ എന്ന പേരിൽ ഒരു പുതിയ ബ്രൗസർ. അതിനകത്തൊരു AI ഏജന്റ് ഉണ്ടെന്നാ പറയുന്നത്. അതെ, അത് ശ്രദ്ധേയമാണ്. ബ്രൗസറിനുള്ളിൽ തന്നെ AI വരുന്നത്. 3 മോഡുകളുണ്ട് അല്ലേ? ചാറ്റ്, ടു ഡു, പിന്നെ മേക്ക്. ഈ മേക്ക് എനിക്ക് കൗതുകമായി തോന്നി. നിർദ്ദേശം കൊടുത്താൽ കോഡും വെബ് പേജുമൊക്കെ ഉണ്ടാക്കുമെന്നോ? ആ, അതാണ് അതിന്റെ ഒരു പ്രധാന ആകർഷണം. അതായത് ലളിതമായ നിർദ്ദേശങ്ങൾ വെച്ച് കോഡ് എഴുതാനും വെബ് പേജ് ഉണ്ടാക്കാനും സഹായിക്കും. ഇത് എത്രത്തോളം മുന്നോട്ട് പോകും? തുടക്കത്തിൽ ലളിതമായ കാര്യങ്ങളാവും, പക്ഷേ സാധ്യതകളുണ്ട്. പിന്നെ ഡേറ്റ സുരക്ഷ ലോക്കലായി പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് നല്ലതാണ്. ഒരു വെയിറ്റ് ലിസ്റ്റൊക്കെ ഇപ്പോഴുണ്ട്. ശരിയാണ്. അപ്പോൾ ബ്രൗസറിൽ മാത്രമല്ല, അടിസ്ഥാന AI മോഡലുകളിലും മാറ്റമുണ്ട്. ചൈനയിൽ നിന്ന് ഡീപ്സീക്ക്. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെയാണ് അവർ R1528 എന്ന മോഡൽ ഇറക്കിയത്. എന്നിട്ടും കോഡിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ലൈവ് കോഡ് ബെഞ്ചിൽ ഓപ്പൺ AIയുടെ തൊട്ടുപിറകിലെത്തി. ഗ്രോക്കിനെയൊക്കെ കടത്തിവെട്ടി. അതെ, അത് ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് അമേരിക്കൻ കയറ്റുമതി നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ. ഈ ബെഞ്ച്മാർക്ക് കോഡ് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണല്ലോ റാങ്ക് കൊടുക്കുന്നത്. അതെ, പ്രാക്ടിക്കൽ കോഡിംഗ് സ്കില്ലാണ് അളക്കുന്നത്. ഇത് കാണിക്കുന്നത് ഹാർഡ്വെയർ കുറവാണെങ്കിലും സോഫ്റ്റ്വെയർ വൈദഗ്ധ്യം കൊണ്ട് മത്സരിക്കാമെന്നാണ്. ഗൂഗിളും വെറുതെയിരിക്കുന്നില്ല. ഫ്ലോ TV 24 മണിക്കൂറും AI ഉണ്ടാക്കുന്ന വീഡിയോകൾ. അതും കണ്ടു. ലോഗിൻ പോലും വേണ്ട. ഫാന്റസി, സയൻസ് ഫിക്ഷൻ, ഫുഡ്, ആനിമൽസ്, പലതരം. ഒരു പരീക്ഷണമാണോ ഇത്? ഒരു പരീക്ഷണവും വിനോദവും. AI വീഡിയോയുടെ സാധ്യതകളും പിന്നെ അതിന്റെ പരിമിതികളും പഠിക്കാൻ ഗൂഗിളിനൊരു വഴിയാണിത്. ഓരോന്നിന്റെയും പ്രോംപ്റ്റ് കാണിക്കുന്നത് മറ്റുള്ളവർക്ക് പഠിക്കാനും ഉപകാരപ്പെടും. അതോടൊപ്പം ഗൂഗിൾ ഫോട്ടോസിലെ AI ടൂൾസിനും വലിയ മാറ്റം വന്നിട്ടുണ്ട്. ശരിയാണ്. AI എൻഹാൻസ്, ഓട്ടോ ഫ്രെയിം, റീഇമാജിൻ ഇതൊക്കെ സാധാരണ ഫോട്ടോ എഡിറ്റിംഗ് അടിമുടി മാറ്റും. സാധാരണക്കാർക്കും പ്രൊഫഷണൽ റിസൾട്ട് കിട്ടാൻ സഹായിക്കും. ഇതെല്ലാം നല്ല കാര്യങ്ങൾ. പക്ഷേ മറുവശത്ത് തൊഴിൽ വിപണിയിൽ ആശങ്കയുണ്ടല്ലേ? അതൊരു ഗൗരവമുള്ള വിഷയമാണ്. സിഗ്നൽ ഫയർ എന്ന സ്ഥാപനത്തിന്റെ പഠനം പറയുന്നത് ടെക് കമ്പനികളിൽ പുതിയ ബിരുദധാരികളെ എടുക്കുന്നത് ശരിക്കും പകുതിയായി കുറഞ്ഞുവെന്നാണ് 2019 വെച്ച് നോക്കുമ്പോൾ. അതെ, അതിനൊരു കാരണം AI തന്നെയാണ്. എൻട്രി ലെവൽ ജോലികൾ, അതായത് തുടക്കത്തിലുള്ള പല ജോലികളും AI ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആന്ത്രോപിക് CEO പറഞ്ഞത് അടുത്ത 1-5 വർഷത്തിനുള്ളിൽ പകുതിയോളം വൈറ്റ് കോളർ ജോലികൾ ഇല്ലാതാവാമെന്നാണ്. ഇത് പേടിപ്പെടുത്തുന്നില്ലേ? പേടി എന്നതിലുപരി ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനർത്ഥം ജോലി ഇല്ലാതാവുമെന്നല്ല, പക്ഷേ ജോലിയുടെ സ്വഭാവം മാറും. AIക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിംഗ്, ക്രിയേറ്റിവിറ്റി, സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്, ഇതിനൊക്കെ പ്രാധാന്യം കൂടും. അപ്പോ പുതിയ സ്കില്ലുകൾ പഠിക്കേണ്ടി വരും. തീർച്ചയായും. AI ടൂളുകൾ നന്നായി ഉപയോഗിക്കാൻ പഠിക്കണം. വിദ്യാഭ്യാസ രീതികൾ മാറണം. മറ്റ് 2 പ്രധാന മേഖലകൾ കൂടിയുണ്ട്: സൈബർ സുരക്ഷയും വാഹനങ്ങളും. സ്വയം സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ കണ്ടെത്തുമത്രേ. അതായത് ഹാക്കർമാരെത്തുന്നതിനു മുൻപ് AI തന്നെ ഹാക്ക് ചെയ്ത് പ്രശ്നം കണ്ടുപിടിക്കുന്നു. സൈബർ ആക്രമണങ്ങൾ കൂടുമ്പോൾ ഇത് അത്യാവശ്യമാകും. അതിൽ നിക്ഷേപം വരുന്നത് സ്വാഭാവികം. അതേസമയം ചൈനയിൽ എക്സ്പെങ് എന്ന കമ്പനി MOT Max എന്നൊരു AI കാർ ഇറക്കി. വില കേട്ടാൽ ഞെട്ടും. ഏകദേശം $19,400. അതെ, അത് വളരെ കുറഞ്ഞ വിലയാണ്. അതിൽ ഇരട്ട NVIDIA ചിപ്പുകൾ, നല്ല സ്മാർട്ട് ഡ്രൈവിംഗ് സിസ്റ്റം, സംസാരം കൊണ്ട് നിയന്ത്രിക്കാവുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മുൻപ് ലക്ഷറി കാറുകളിൽ മാത്രം കണ്ടിരുന്ന അഡ്വാൻസ്ഡ് AI ഫീച്ചറുകൾ ഇപ്പോൾ സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിലെത്തുന്നു. ഇത് മറ്റെല്ലാ കാർ കമ്പനികളെയും സമ്മർദ്ദത്തിലാക്കും. ശരിയാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് മുതൽ യാത്ര ചെയ്യുന്നതുവരെ, ജോലി ചെയ്യുന്നത് മുതൽ ഫോട്ടോ എടുക്കുന്നതുവരെ എല്ലാത്തിലും AI പിടിമുറുക്കുകയാണ്. അതെ, വളരെ വേഗത്തിലാണ് ഈ മാറ്റങ്ങൾ. അവിശ്വസനീയമായ വേഗത. അതെ. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരും.
ഇത്രയധികം കാര്യങ്ങൾ ഈ ടെക്നോളജി ചെയ്യുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് ഭാവിയിൽ ഏറ്റവും ആവശ്യമുള്ള കഴിവുകൾ എന്തായിരിക്കും? ശരിയാണ്. ഈ പുതിയ ലോകത്തിനനുസരിച്ച് നമ്മുടെ കഴിവുകൾ എങ്ങനെ മാറ്റിയെടുക്കണം? ഇതൊന്ന് നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അടുത്ത തവണ കാണാം.